ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ A12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഈ ഫോണ് ഡെഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷീൽഡ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ലൈറ്റ് IC ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് IC എനിക്ക് തരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഷീൽഡ് റിമൂവ് ചെയ്തപ്പോൾ ലൈറ്റ് IC കട്ടായി പൊട്ടിയപ്പോൾ പിന്നെ അത് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓരോ കണ്ടീഷൻസ് എന്താണ് നമുക്ക് നോക്കി നോക്കാം. ചാർജിങ് ആംബിയർ, അതുപോലെ തന്നെ പവർ സപ്ലൈയിലുള്ള ഒരു റീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ സപ്ലൈ മീറ്റർ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് ട്രിഗർ ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ പവർ സപ്ലൈ മീറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 190 170 ആ ഒരു ലെവലിൽ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആംബിയർ എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചാർജിങ് ആംബിയർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ചാർജർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററി എന്ത് ചെയ്യാം, അങ്ങോട്ടൊന്നും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ ഏകദേശം 3.7 അല്ലെങ്കിൽ 3.8 ലെവലിൽ വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചാർജർ കണക്ട് ചെയ്തു, പക്ഷേ നമുക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് ഒന്നും തന്നെ സ്ക്രീനിലൊന്നും വരുന്നില്ല. ചാർജിങ് ആംബിയർ ആണെങ്കിൽ നമുക്ക് മീറ്ററിൽ കാണാനും കഴിയുന്നില്ല. ചാർജർ കണക്ട് ചെയ്തതായിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ചാർജർ ബാറ്ററി ഇല്ലാതെ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. കണ്ടല്ലോ, അപ്പോൾ യാതൊരു റീഡിങ്ങും ഇല്ല. അപ്പോൾ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് പവർ IC വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ബാറ്ററി കൺട്രോൾ വോൾട്ടേജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചാർജർ ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബാറ്ററി കൺട്രോൾ എത്ര വോൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബാറ്ററി കൺട്രോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ട് ഇതാ 0.8 വോൾട്ടാണ് കിട്ടുന്നത്. അതായത് 4 വോൾട്ട് കിട്ടേണ്ടടുത്ത് 0.8. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുതിയ മോഡൽ ഫോണുകളിലൊന്നും 4 വോൾട്ട് കാണില്ല, 0.8 ആണ്. ബാറ്ററി ഇട്ട് ഡിറ്റക്റ്റ് ആയെങ്കിൽ മാത്രമേ ചാർജിങ് IC ആ ഒരു വോൾട്ടിന് എന്ത് ചെയ്യുള്ളൂ, ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പവർ ICൻ്റെ അടുത്തുള്ള കോയിൽസിലാണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോയിൽസിലൊന്നും ചെക്ക് ചെയ്തിട്ട് ഒരു കോയിൽസിലും നമുക്ക് വോൾട്ട് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ഈ ഒരു കംപ്ലൈൻറ്റ് സാധാരണ വരാറുള്ളത് CPU ഡാമേജ് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ വരാറുണ്ട്. അതായത് നമുക്ക് പവർ ICയുടെ ഔട്ട്പുട്ടുകളൊന്നും തന്നെ പ്രൊഡ്യൂസ് ആവില്ല. അത് മാത്രമല്ല, നമുക്ക് പവർ സപ്ലൈൻ്റെ റീഡിങ് നേരത്തെ കണ്ടല്ലോ, ബൂട്ടാവില്ല. അതുവരെയുള്ള റീഡിങ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. സംഭവം ഫോൺ എന്ത് ചെയ്യില്ല, ബൂട്ടാവില്ല. ഈ ഒരു കണ്ടീഷൻ സാധാരണ വരാറുള്ളത് CPU കാരണമാണ്. CPU റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ CPU ഒന്ന് റീബോൾ ചെയ്ത് ഇട്ട് നോക്കാം. CPU ഷീൽഡ് റിമൂവ് ചെയ്തിട്ടുള്ളൂ. CPU റീബോൾ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നല്ല ഫിനിഷിങ് ബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, CPU റീബോളിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ കണ്ടീഷൻ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ CPU റീബോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം. അതായത് പവർ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് പവർ സപ്ലൈ മീറ്ററിന് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ചാണ് ഇപ്പോൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കോയിൽസിൽ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു കോയിലിൽ നമുക്ക് 0.8 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പവർ IC വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടി സാധിക്കും. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു കോയിലിൽ ചെക്ക് ചെയ്തപ്പോൾ 0.8 വോൾട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓരോരോ കോയിൽസിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത കോയിലാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത കോയിലാകുമ്പോൾ നമുക്ക് 2.1 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 വോൾട്ട് ഇപ്പോൾ നമുക്ക് വരുന്നത് കണ്ടു. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ കോയിൽസിലും നമുക്ക് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ IC പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം CPU കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇഷ്യൂവിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, CPU ഇനി നേരെ എന്ത് ചെയ്യാം, റീബോൾ ചെയ്യാം. ഓക്കെ,
അപ്പോൾ CPU റീബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റീബോളിങ്ങിൻ്റെ ബാക്കി പ്രോസസ്സ് കാണിക്കായാണ്. ഓൾറെഡി ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെയും വർക്കുകളൊക്കെ CPU റീബോൾ ചെയ്യുന്നതും റാം റീബോൾ ചെയ്യുന്നതും ഡബിൾ ഡക്കർ ചെയ്യുന്നതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ CPU നമ്മളിപ്പോൾ റീബോൾ ചെയ്ത് തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് IC ഉണ്ടായിരുന്നില്ല. ലൈറ്റ് IC എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയത് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റ് IC ഡയറക്റ്റ് മാറ്റാൻ കാരണം ഇതിലുള്ള ലൈറ്റ് IC പൊട്ടിയിട്ട് ആണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് IC എന്തോ ഈ ഷീൽഡ് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിയതാണ്, അപ്പോൾ അങ്ങനെ പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈറ്റ് IC എന്ത് ചെയ്ത് ഡയറക്റ്റ് മാറ്റിയിട്ട് മറ്റുള്ളതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ CPU എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓൺ ആവുന്നുണ്ടോ എന്താ കണ്ടീഷൻ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫോണ് കേസിലിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈറ്റും ഇതോട് കൂടി ഫിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഡിൽ നിന്ന് ഓൺ മോഡിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊരു കംപ്ലൈൻ്റ് ആണെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു കംപ്ലൈൻ്റ് ആണെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും ലഭിക്കണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും മൊബൈൽ ഫോൺ റിപ്പയറിങ് ഓൺലൈനായിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുകൊണ്ട് ഓഫ്ലൈനായിട്ടോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവർക്ക് ഐഫോൺ അപ്ഡേഷൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അപ്ഡേഷൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനും ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.